കേട്ടാൽ രക്തമുറയുന്ന മന്ത്രവാദ കഥകളെ പോലും വെല്ലുന്ന യഥാർത്ഥ സംഭവം കേരളത്തെ നടുക്കിയിട്ട് 3 വർഷം മാത്രം. കേരളം ഭയന്നു വിറച്ച 2022 ഒക്ടോബർ. ഗാന്ധിജിയുടെ സന്ദർശനത്തിന്റെ കഥകൾ അലങ്കാരവും അഹങ്കാരവുമായി കൊണ്ടു നടക്കുന്ന ഇലന്തൂർ. പത്തനംതിട്ടയിൽ പടയണിക്ക് പേരുകേട്ട ഇലന്തൂർ ഗ്രാമം പക്ഷേ ഒരു നരബലിയിലൂടെ കുപ്രസിദ്ധമായിട്ട് പോയതിന്റെ വാർഷികമാണ് ഈ കടന്നുപോകുന്നത്. ഒരിക്കൽ കൂടി ആ കേസിന്റെ പുനർവായന. മുത്തശ്ശിക്കഥകളിൽ പോലും ഒരു പേടിയോടെ മാത്രം നാം കേട്ടിരുന്ന നരബലി യാഥാർത്ഥ്യമാണെന്ന് ഭയത്തോടെ, അറപ്പോടെ, മരവിപ്പോടെ കേട്ടിരുന്ന നാളുകൾ. 2022 ഒക്ടോബർ മാസം ചോരയാലാണ് ഇലന്തൂർ എന്ന കൊച്ചുഗ്രാമത്തെ അടയാളപ്പെടുത്തിയത്. സൗമ്യമുഖമുള്ള ഒരു നാട്ടുവൈദ്യൻ മലയാളി ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന പേരുകാരിൽ ഒരാളായി മാറി. ഹൈക്കു കവിതകൾ എഴുതുന്ന ഭഗവത് സിംഗ് ആരാണ്? പത്തനംതിട്ടയിലെ ന്യൂസ് ബ്യൂറോകളിലേക്ക് 2022 ഒക്ടോബർ 12 വ്യാപകമായ അന്വേഷണമെത്തി. കൊച്ചിയിൽ നിന്നുള്ള ഒരു മിസ്സിംഗ് കേസിൽ നിന്നാണ് തുടക്കം. ഹൈക്കു കവിതകൾ എഴുതുന്ന ആയുർവേദ വൈദ്യൻ. അന്വേഷണത്തിലെ ആദ്യ നിർണായക വിവരം പുറത്തുവിട്ടത് 24 ആയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അത് ഞെട്ടിക്കുന്ന ഒരു വിവരമായിരുന്നു. ഇലന്തൂരിൽ നടന്നത് ഒരു നരബലിയാണെന്ന് തിരിച്ചറിയുകയും അത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് നമ്മളായിരുന്നു. തുടക്കം 2022 സെപ്റ്റംബർ 27 കൊച്ചി കടവന്ത്രയിലെ ലോട്ടറി വിൽപ്പനക്കാരി പത്മയെ കാണാതാകുന്നു. നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും കിട്ടാത്തതിനാൽ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ അന്വേഷണമെത്തിയത് പെരുമ്പാവൂർക്കാരൻ ഷാഫിയിലേക്ക്. ഷാഫിയെ ചോദ്യം ചെയ്ത പോലീസുകാർ ആദ്യം ഒന്നും വിശ്വസിച്ചില്ല. പക്ഷേ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സത്യങ്ങൾ ഓരോന്നായി പുറത്തുവന്നു. ഷാഫിയായിരുന്നു നരബലിയുടെ മാസ്റ്റർ ബ്രെയിൻ. സമ്പത്ത് കുമിഞ്ഞുകൂടാൻ പ്രത്യേക പൂജയുണ്ടെന്ന് ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച ദിവ്യൻ. പൂജയ്ക്ക് വീര്യം കൂട്ടാൻ ഒടുവിൽ നരബലി എന്ന ദുഷ്കർമ്മത്തിലേക്ക് ചെന്നെത്തുകയായിരുന്നു. എല്ലാറ്റിനും താങ്ങും തണലുമായി ഭഗവത് സിംഗും ഒപ്പം നിന്നു. മാധ്യമങ്ങൾ അറിഞ്ഞില്ല, അയൽക്കാർക്ക് പോലും സൂചനയുണ്ടായിരുന്നില്ല. അത്രയും രഹസ്യമായാണ് പോലീസ് ഇലന്തൂരിലെത്തിയത്. അന്ന് 2022 ഒക്ടോബർ 11. ആയുർവേദ വൈദ്യനെന്നും ഹൈക്കു കവിയെന്നും നാട്ടുകാർക്കിടയിൽ അറിയപ്പെട്ടിരുന്ന ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും പോലീസ് കൊച്ചിയിലെത്തിച്ചു. പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ഭഗവത് സിംഗ് എത്തിയതോടെ മാധ്യമ കണ്ണുകൾ പത്തനംതിട്ടയിലേക്കായി. കൊച്ചിയിലെ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരം ലഭിച്ചതോടെ പിന്നെ ഒരു നിമിഷം പോലും ക്യാമറ താഴ്ത്തിവെക്കാൻ സാധിച്ചിട്ടില്ല. ഇടതടവില്ലാതെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഒരു സ്പോർട്സ് ഇവന്റ് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ ഉദ്വേഗജനകമായിരുന്നു ഇലന്തൂരിൽ നിന്ന് നരബലിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വലയിലാകുമെന്നുറപ്പായിട്ട് പോലും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഭഗവത് സിംഗും ഭാര്യ ലൈലയുമെന്നാണ് അന്ന് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. തെളിവുകളൊന്നും പുറത്തുവരില്ല എന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു. പക്ഷേ കിരാതകൃത്യങ്ങൾക്കുമേൽ സത്യത്തിന്റെ കയ്യൊപ്പുണ്ടാകുമെന്ന് തെളിയിച്ച സൂക്ഷ്മമായ അന്വേഷണമാണ് നമ്മൾ പിന്നെ കണ്ടത്. ഷാഫിയുടെ വെളിപ്പെടുത്തലുകളുടെ തുടർച്ചയിൽ പോലീസ് ചോദ്യങ്ങൾ ആരംഭിച്ചു. ഭയാനകമായിരുന്നു ഭഗവത് സിംഗും ലൈലയും നടത്തിയ വെളിപ്പെടുത്തലുകൾ.
അളവറ്റ സമ്പത്ത് വരാനും ജരാനരകളില്ലാതെ ആരോഗ്യം നിലനിൽക്കാനും നരബലി. വിദ്യാസമ്പന്നതയിൽ ഊറ്റം കൊള്ളുന്ന കേരളത്തിന് കളങ്കമായി അവരുടെ ഓരോ വെളിപ്പെടുത്തലുകളും. നരബലിക്കായി മൂവർ സംഘം തിരഞ്ഞെടുത്തത് ആരും അന്വേഷിച്ചു വരില്ലെന്നുറപ്പുള്ള സ്ത്രീകളെ. (2022) ജൂൺ. ആദ്യ ഇര റോസ്ലിൻ. ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്ന റോസ്ലിനെ പല പ്രലോഭനങ്ങളും നൽകിയാണ് ഏജന്റായ ഷാഫി ഇലന്തൂരിലെത്തിച്ചത്. പൂജകൾക്കൊപ്പം നിന്നാൽ പണം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. റോസ്ലിൻ എന്ന സ്ത്രീയെ ഇലന്തൂരിൽ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ച ഓട്ടോ ഡ്രൈവറുടെ അഭിമുഖം ബ്രേക്കായി നൽകാൻ കഴിഞ്ഞതാണ് ഈ കേസിൽ നമുക്ക് മറ്റൊരു നിർണായക വാർത്തയായി മാറിയത്. അവിടേക്ക് റോസ്ലിനെ എത്തിച്ച ഓട്ടോ ഡ്രൈവറുടെ അനുഭവം ലൈവായി നൽകിയതോടെ നരബലി കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ വെറുമൊരു കെട്ടുകഥയല്ല എന്ന് നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയിരുന്നു. ഷാഫിയാണ് പൂജയ്ക്കിടയിൽ നരബലി നടത്തുക. ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ദുർമന്ത്രവാദം. മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ കുഴിച്ചിട്ടുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ. എന്നാൽ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കുഴിച്ചിട്ടിരുന്നില്ല എന്നതായിരുന്നു സത്യം. ചോരമരവിക്കുന്ന ആ സത്യവും പുറത്തുവിട്ടത് 24 ആയിരുന്നു. ഏറെ എഡിറ്റോറിയൽ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മൾ ആ വിവരങ്ങൾ ഓണെയറിൽ നൽകിയത്. നരബലി നടത്തിയ മനുഷ്യരുടെ മാംസം കഷ്ണങ്ങളാക്കി ഭഗവത് സിംഗിൻ്റെയും ലൈലയുടെയും വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നതായിരുന്നു ആ വിവരം. എന്തിനായിരുന്നു അങ്ങനെ മാംസം സൂക്ഷിച്ചത് എന്ന വിവരം ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല. അത് ഓർക്കുമ്പോൾ തന്നെ ഏറെ ഭയാനകമായ ഓർമ്മകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ദേവപ്രീതി പോരെന്ന് ഷാഫി പറഞ്ഞതോടെ രണ്ടാമത്തെ ഇരയെ ലക്ഷ്യം വെച്ചു മൂവർ സംഘം. കൊച്ചി കടവന്ത്രയിലെ ലോട്ടറി കച്ചവടക്കാരി പത്മയിലേക്ക് ഷാഫിയുടെ കണ്ണുടക്കി. പത്മയും അന്ധവിശ്വാസികളായ നരാധമരുടെ കൈകളിൽ പിടഞ്ഞവസാനിച്ചു. തെളിവെടുപ്പ് ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിലും പിന്നീട് കോടതിയിലുമെത്തിയ പ്രതികൾക്ക് ലവലേശം കുറ്റബോധമുണ്ടായില്ല. ശരീരഭാഷയിൽ ശരി ചെയ്തവർ എന്ന ഭാവം മാത്രം. ദുർമാർഗത്തിലൂടെ കിട്ടിയ ദേവപ്രീതിയുടെ കൂടുതൽ കൊണ്ടാണോ എന്നറിയില്ല. ജയിലിൽ ജാമ്യം പോലും കിട്ടാതെ കിടക്കുന്നു ഇപ്പോൾ 3 പേരും. 1 മാസം മുൻപാണ് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് റദ്ദാക്കി തങ്ങളെ വെറുതെ വിടണമെന്ന ഹർജിയുമായി ഭഗവത് സിംഗും ഭാര്യ ലൈലയും ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി പക്ഷേ ആ ഹർജി നിർദാക്ഷിണ്യം തള്ളി. വൈകാതെ തന്നെ വിചാരണ കോടതിയിൽ കേസിന്റെ ഇഴകീറിയുള്ള വാദപ്രതിവാദങ്ങൾ നടക്കും. ഇലന്തൂരിലും ഭഗവത് സിംഗിലും ഒന്നും ഈ കഥ അവസാനിച്ചില്ല. പണത്തിനും കൃത്രിമ യൗവനത്തിനുമൊക്കെയായി മന്ത്രവാദത്തിന്റെ ലജ്ജിപ്പിക്കുന്ന കഥകൾ പിന്നെയും കേട്ടു കേരളത്തിൽ. ഭഗവത് സിംഗും ഷാഫിയും ലൈലയും ഒക്കെ വിധി കാത്ത് ജയിലിലാണ്. ന്യായവിധി വരുമ്പോൾ അതൊരു താക്കീതാകണം. കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്കുമേൽ ഇനിയൊരു നരബലി ഉണ്ടാകില്ല എന്ന താക്കീത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.